മോർണിംഗ് ടാസ്കിൽ അക്ബറിനോട് അനുമോളുടെ ചോദ്യം ഇതായിരുന്നു: സാർ, 100 ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുകയായിരുന്നല്ലോ, എന്താണ് ജനങ്ങൾക്ക് സാർ കൊടുത്ത ഒരു മെസ്സേജ്? സാർ എന്ന വ്യക്തി എന്ന നിലയിൽ എന്ത് മെസ്സേജാണ് സാർ ജനങ്ങൾക്ക് കൊടുത്തത് എന്നായിരുന്നു അനുമോളുടെ ചോദ്യം. ഞാൻ മെസ്സേജ് കൊടുക്കാൻ പോയതല്ല അങ്ങോട്ട്. എനിക്കറിയില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. എന്തെങ്കിലും പറയാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും അല്ല ഞാൻ പോയത്. ഞാൻ അവിടെ നിന്നു, എൻ്റെ കൂടെയുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഗെയിം കളിച്ചു. അല്ലാതെ ജനങ്ങളെ പാഠം പഠിപ്പിക്കാനോ അങ്ങനെയൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് മെസ്സേജാണ് ജനങ്ങൾ എടുത്തതെന്നും എനിക്കറിയില്ല. ഞാൻ അത്രേ ചെയ്തോളൂ. അപ്പോൾ എനിക്ക് അതിനപ്പുറം ഞാനൊന്നും ചെയ്താൽ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് തോന്നിയിട്ടുള്ളത് തെറ്റിദ്ധരിപ്പിക്കൽ ഒരു വലിയ സംഭവമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആളുകളെ ശരിധരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു മെസ്സേജായിട്ടല്ല, പലരും പലപ്പോഴും അതിനകത്തൊരു ഒറ്റപ്പെടൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരമാവധി നമ്മൾ കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് റിയലായിട്ട് സംഭവിക്കുന്നതെന്നുള്ളത്. അതൊക്കെ ജനങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ കപ്പ് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഒന്നാമത് ഞാൻ മനസ്സിലാക്കുന്നില്ല എനിക്ക് ജനങ്ങൾക്ക് അത്രയും വലിയ മെസ്സേജൊക്കെ കൊടുക്കാനുള്ള പക്വതയോ ബുദ്ധിയും വിവരമോ ഒക്കെ എനിക്കുണ്ടെന്ന്. പിന്നെ പ്രബുദ്ധരായ മലയാളികൾക്ക് ഇങ്ങനൊരു മെസ്സേജ് കിട്ടിയിട്ട് വേണ്ട അവർക്ക് ജീവിക്കാൻ. ഇതാണ് എനിക്ക് പറയാനുള്ളതെന്ന് അക്ബർ. അപ്പം ഓക്കെ സാർ, താങ്ക് യു എന്ന് അനുമോള് പറയുന്നു. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.